തിരുവനന്തപുരം വഴയിൽ ആറാം കല്ലിൽ പുതുവത്സര തലേന്ന് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അരുവിക്കര കുന്നത്തുനട സ്വദേശി ഷാലു അജയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാർത്തയുടെ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സംസ്ഥാനത്ത് പുതുവത്സര തലേന്നാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു യുവാവ് മരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ 5ഓളം മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തിലെ ഈ ഒരു അപകടം എപ്പോഴായിരുന്നു? വിവരങ്ങൾ. തിരുവനന്തപുരത്ത് വഴയിലയിൽ ഇന്നലെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. വഴയിലേക്ക് അടുത്ത് ആറാം കല്ലിലാണ് ഓട്ടോറിക്ഷയുമായി ബൈക്ക് കൂട്ടിയിടിച്ചത്. ബൈക്കിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ആ അപകട സമയം തന്നെ രാത്രി 11:30 തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഒരാൾ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. അരുവിക്കര ഇരുമ്പ സ്വദേശി ഷാലു അജയാണ്, 21 വയസ്സാണ്. ഷാലു അജയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഏതായാലും കൂടെ ഉണ്ടായിരുന്ന യുവാവിന്റെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്നയാൾ ചികിത്സയിലാണ്, സുഹൃത്ത് ചികിത്സയിലാണ്. മറ്റൊരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ഷാലു അജയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മരണം അറിഞ്ഞത്. ബൈക്കിനെതിരെ വന്ന ഓട്ടോറിക്ഷയിൽ പാഞ്ഞു കയറി ഇടിക്കുകയായിരുന്നു. അരുവിക്കര പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. വിഷ്ണു, അതോടൊപ്പം തന്നെ ഈ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. അയാളുടെ ആരോഗ്യ നില എങ്ങനെയാണ്? തൃപ്തികരമാണോ? ഇപ്പോൾ പരുക്ക് ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഏതായാലും സംഭവം വളരെ വലിയ അപകടമായിരുന്നു. എതിരെ വന്ന ഓട്ടോറിക്ഷയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് പരിക്കേറ്റത്. സംഭവ സ്ഥലത്ത് നിന്നും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്നാൽ പുലർച്ചെയോടെയാണ് ഒരാൾ മരിച്ചത്. മറ്റൊരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി വിഷ്ണു.